ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ബേസിക് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ടാണ്. നമുക്ക് എക്സാംസിന് മാത്രമല്ല ക്ലാസ്സിൽ നിന്ന് തന്നെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് വരും അല്ലേ. മാത്തമാറ്റിക്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഞാൻ മിക്ക ക്ലാസ്സിലും കണ്ടൊരു കാര്യമാണ്, കുട്ടികളൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്യും ആൻഡ് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷെങ്കിൽ ലാസ്റ്റ് ആൻസറിൽ ഒരു പോയിന്റ് വെച്ചിട്ടുള്ള ഡിവിഷനോ അല്ലെങ്കിൽ പവേഴ്സ് വന്നിട്ടുള്ള ടേംസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ, ഇപ്പൊ നിങ്ങൾ ഒരു പ്രോബ്ലം, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വന്നെന്ന് വിചാരിക്കുക, 0.32 ഡിവൈഡ് ബൈ 0.48 ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വന്നത് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാല് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് കുട്ടികളെങ്കിലും ഇവിടെ അങ്ങ് സ്റ്റക്കായി പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ പോയിന്റ് ഉള്ള സാധനത്തിനെ നമ്മൾ ഡെസിമലിലുള്ളത് ഒറിജിനൽ നമ്പേഴ്സിലേക്കാക്കി മാറ്റുക. അപ്പൊ ഇവിടെ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 രണ്ട് ഡിജിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഇൻറ്റു 100 കൊണ്ട് ചെയ്യാം. അപ്പോ താഴെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മേലെയും അതേ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യണം, മേലെയും ചെയ്യാം. അപ്പൊ ഇത് എത്ര വരും? മേലെ എത്ര വരും? 3200 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും? 48. ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. എങ്ങനെ ചെയ്യാം? 3200 ഡിവൈഡഡ് ബൈ 48. ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ ഒരു 0.48 ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഈ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതേപോലെ ഇനിയിപ്പം മേലെയും പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ 3.48 മേലെ ഉണ്ട്, താഴെ ഒരു 0.11 ആണെന്ന് വിചാരിക്കേ. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ ചെയ്യാ? മേലെയും താഴെയും എന്തുകൊണ്ട് താഴത്തെ ഡെസിബല് പോക്കാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്ത്, അപ്പൊ ഈ 100 താഴെ ചെയ്ത് കഴിഞ്ഞാൽ മേലെയും ചെയ്യണം, ഇൻറ്റു 100. അപ്പൊ എന്ത് വരും? 348 ഡിവൈഡഡ് ബൈ 11 എന്ന് വരും അല്ലെ. 348 ഡിവൈഡഡ് ബൈ 11 എന്ന് വരും. ഇത് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇങ്ങനെ അല്ലാണ്ട് വേറെ വന്നു, അതായത് 389.4 ഡിവൈഡഡ് ബൈ 0.1348 ഇങ്ങനെ വന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യാ? താഴെ എത്ര ഉണ്ട്? 4 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അല്ല, മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 1ഉം 1 2 3 4 40 ആണ് അല്ലെ. 1 2 3 4 40 താഴെ വന്നു. അപ്പൊ 40 കൊണ്ട് മേലെയും ചെയ്യണം. 1 2 3 4. അപ്പൊ ഇത് എത്ര വരൂ? ഒരു 0 പോയാല് 3894 വരും അല്ലെ. 3894. പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം ഉണ്ട്. ഇവിടെ ഇതാ 3894 വന്ന് എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. 1 2 3 ഡിവൈഡഡ് ബൈ എത്ര വരും? ഇവിടെ പോയിന്റ് പോയല്ല, അപ്പൊ 1348 എന്ന് വരും. ഓക്കെ, ഇത് ക്ലിയർ ആയിന? അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് ഈ 10⁻² എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ? 10 × 2 ആണോ? 10 × 2 ആണോ ഇത് ഉദ്ദേശിക്കുന്നത്? അല്ല, 10 × 2 അല്ല. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? 10നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താ? 10നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. ഇനി ഇവിടെ 10⁸ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതെന്താ വന്നിട്ടുള്ളത്? 10നെ 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. 10നെ എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒന്നും എത്ര സീറോസും വരും? 8 സീറോസ് വരും. 1 2 3 4 5 6 7 8. ഒന്നും 8 സീറോ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 10⁻12
എത്ര സീറോ ഉണ്ടാവും? ഒന്നും എത്ര സീറോ ഉണ്ടാവും? എത്ര ഉണ്ടാവും? 12 ഉണ്ടാവും അല്ലെ? 1ഉം എത്ര സീറോ ഉണ്ടാവും? 12 സീറോസ് ഉണ്ടാവും. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോ 10⁻³ ഉണ്ട്. -3 ഇൻറ്റു 10⁻9. ഇതെങ്ങനെയാ ചെയ്യുക? 10⁻³ ഇൻറ്റു 10⁻9 ഇതെങ്ങനെയാ ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ 10⁻9ന്ന് 3 കുറക്കുക. അപ്പൊ എത്ര വരും? 10⁻6 വരും. ഇതിന് പകരം ഇവിടെ ഇപ്പൊ 10⁻³ ഇൻറ്റു 10⁻9 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതെന്താ വരുക? 10⁻6 വരും. അതെന്താ -6 വന്നേ? ഏറ്റവും വലിയ നമ്പറിന്റെ സൈന് വേണം നമ്മൾ ഇടാനായിട്ട് അല്ലെ? ഇവിടെ ഏറ്റവും വലിയ നമ്പറിന്റെ സൈൻ എത്രയാ? പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് വന്നു. ഇവിടെയോ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് വന്നു. ഇനി താഴെ ഒരു 10⁻³ ഇൻറ്റു 10⁻12 ഇൻറ്റു 10⁻4 ഡിവൈഡഡ് ബൈ 10⁻27 ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ആദ്യം ഒരേപോലെയുള്ള ആൾക്കാരെ നോക്കാം. ഒരേപോലെയുള്ള ആൾക്കാരാരാ? 12ഉം 4ഉം ഒരേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന് ഒരേപോലെ പോസിറ്റീവ് ആണല്ലോ. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാ? കൂട്ടാല്ലേ? 12 + 4 എത്രയാ? 16 അല്ലെ? 10⁻16 വന്ന്. പിന്നെ എന്തുണ്ട് ഇവിടെ? ഒരു 10⁻³ ഉണ്ട്. 10⁻³ ഉണ്ട്. താഴെ എന്തുണ്ട്? 10⁻27 ഉണ്ട്. ഇനി എന്ത് ചെയ്യാ? 16 ഉണ്ട്, -3 ഉണ്ട്. ഇത് എത്ര വരിക? 16ഉം -3 എത്ര വരിക? 10⁻13 ആണോ അല്ലെ വെറും 13 ആണോ വരിക? 13 അല്ലെ? 13. എന്താ 13 വന്നത്? വലിയ നമ്പറിന്റെ സൈൻ എത്രയാ? പോസിറ്റീവാ, അതുകൊണ്ട് 13 വന്ന്. ഡിവൈഡഡ് ബൈ 10⁻27. ഇത്രയും വന്ന്. ഇത്രയും കിട്ടിയാൽ മതിയോ? പോരാ, ഇനിയും ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാ ചെയ്യാ? 10⁻30. താഴെയല്ലേ ഉള്ളത്? താഴെ ഇയാളുടെ ചിഹ്നം പോസിറ്റീവ് ആണ്. അപ്പൊ ഇയാളെ മേലെ കൊണ്ടുപോകുമ്പോൾ ഇയാളെ ചിഹ്നം എന്തായിട്ട് മാറും? പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് ആയിട്ട് മാറും. അതായത് ഇൻറ്റു 10⁻27 ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതും ഇതും കുറക്കുക. ഏത് സൈൻ ഇടും? മൈനസിന്റെ സൈന് ഇടും. ഇതേപോലെ തന്നെ വേറൊന്ന്, അതായത് 10⁻14 ഡിവൈഡഡ് ബൈ 10⁻12. ഇതെങ്ങനെയാ ചെയ്യാ? 10⁻14 അവിടെ തന്നെ എഴുതി. ഇത് എന്ത് ചെയ്യാ? ഇതിനെ മേലോട്ടേക്ക് കൊണ്ടുപോകണം. ഇത് നെഗറ്റീവ് ആണ് അല്ലെ? നെഗറ്റീവ് മേലോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ആവും അല്ലെ? 10⁻12 ആവും. അപ്പൊ ഇതെന്ത് ചെയ്യും? കുറക്കാം. 10⁻14 പ്ലസ് 10⁻12 എത്രയാ? 10⁻−2 എന്ന് വരും അല്ലെ? 10⁻−2 എന്ന് വരും. ഇത് ക്ലിയർ ആയിനാ? ഇനി നെക്സ്റ്റ് വേറൊരു ടൈപ്പ് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ x/y = z ആണെന്ന് വിചാരിക്കും. എക്സ് എന്തോ ഒരു വേരിയബിള്, വൈയും വേരിയബിള്, സെഡും വേരിയബിള്. അപ്പോ എക്സും സെഡും തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 4, സെഡിന്റെ വാല്യൂ 3. അങ്ങനെയാണ് വൈന്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കാൻ വന്ന്. അങ്ങനെ ആവുമ്പോ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ വൈനെയാണ് അല്ലെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ? വൈനെ അപ്പുറം കൊണ്ടുപോകണം അല്ലെ? അപ്പൊ x = y × z എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാ? വൈനെ കണ്ടുപിടിക്കണം. അപ്പൊ വൈനെ ഇവിടെ വെക്കുക. എന്ത് ചെയ്യാ? സെഡിന് ഇങ്ങോട്ട് കൊണ്ടുപോവാ. സെഡ് ഇവിടെ മൾട്ടിപ്ലൈ ആയിട്ടല്ലേ ഉള്ളത്? മൾട്ടിപ്ലൈ ആയിട്ടുള്ള ഈ സെഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും അല്ലെ? ഡിവൈഡ് ആവും. ഇതാണ് നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ. അതായത് ഈ സെഡ് താഴെയാണോ പോവാ, മേലെയാണോ പോവാ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വല്ലാണ്ടുണ്ട് കുറച്ച് കുട്ടികൾക്ക്. അപ്പൊ അത് നമുക്ക് ക്ലിയർ ആക്കണം കേട്ടോ. എന്താ അവിടെ ഉള്ളത്? സെഡ് മൾട്ടിപ്ലൈ ആയിട്ടാണുള്ളത്. അപ്പൊ സെഡിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. അപ്പൊ x/z = y എന്ന് വരും അല്ലേ? ഇത് ക്ലിയർ ആയിനാ? ഇനിയിപ്പോ സെഡിനെ കാണണ്ടെങ്കിൽ x/y. ഓക്കെ, ഇങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത്
കൊണ്ടുവരാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ 2x പ്ലസ് 4y minus 11/3 is equal to 4x plus 2y. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ എന്താ ചിഹ്നം ഉള്ളത്? ഇവിടെ പ്ലസ് ആണുള്ളത്, ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ്, ഇവിടെയും പ്ലസ്, ഇവിടെ എന്താ ഉള്ളത്? മൈനസ് ആണുള്ളത്. ആദ്യം ഒരേപോലെയുള്ള ആൾക്കാരൊക്കെ ഒരുത്തേൽ കൊണ്ടുവരാം അല്ല. ഇവിടെ എന്തുണ്ട്? 2x ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു 4x ഉണ്ടല്ലോ. ഇയാൾ ഇപ്പുറം പ്ലസ് ആ, അപ്പൊ ഇയാൾ ഇപ്പുറം എത്തുമ്പോൾ എന്താവും? മൈനസ് ആവും അല്ലെ. മൈനസ് 4x ആവും. പിന്നെ നമുക്ക് ഇവിടെ വേറൊരാളുണ്ട്, ആരാ? 4y ഉണ്ട് അല്ലെ. പ്ലസ് 4y. പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു 2y ഉണ്ട്, പ്ലസ് ആ. ഈ പ്ലസ് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ, പ്ലസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും? മൈനസ് 2y ആയി വരും അല്ലെ. ഈക്വൽ ടു, ഇനി ഇതെന്താ? മൈനസ് 11/3 ആ. ഈ മൈനസിനെ ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? 11/3 ആയിട്ട് മാറും. ഇനി എന്താ? ഇത് നമുക്ക് സോൾവ് ചെയ്യാം അല്ലെ. മൈനസ് 2x പ്ലസ് 2y ഈക്വൽ ടു 11/3. ഇങ്ങനെ സോൾവ് ചെയ്യാം. അപ്പൊ എന്താ? പ്ലസും മൈനസും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോയത്. ഇനി ഇതുപോലത്തെ മാത്തമാറ്റിക്സ്, അതായത് നമ്മളുടെ ബേസിക് ആയിട്ട് പ്രോബ്ലംസിലൊക്കെ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്സ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.